സന്തോഷമുണ്ട് സംഗീതത്തിൻ്റെ പേരിൽ നമുക്ക് എല്ലാവർക്കും ഒത്തുചേരാൻ സാധിച്ചതിൽ. എത്രമാത്രം പറഞ്ഞാലും അവസാനിപ്പിക്കാൻ സാധിക്കാത്ത ഒരു വലിയൊരു തത്വമാണ് സംഗീതം എന്ന് പറയുന്നത്. പ്രകൃതിയിൽ നോക്കിയാലും എവിടെ നോക്കിയാലും സംഗീതം മാത്രമേ ഉള്ളൂ. മഹാഭാരതത്തിൽ തന്നെ ഭീഷ്മർ പറഞ്ഞിട്ടുണ്ട്, സപ്തസ്വരങ്ങൾ ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ധൈവതം, നിഷാദം. ഈ സ്വരങ്ങളില്ലാതെ ആകെയുള്ളത് സ്പേസ് മാത്രമാണ്. പഞ്ചഭൂത തത്വങ്ങൾ പറയുന്നത് കൃത്യമായിട്ട് ഭീഷ്മ പിതാമഹൻ പറയുന്നുണ്ട് ഭീഷ്മപർവത്തിൽ. അപ്പോൾ സംഗീതമില്ലാത്ത ഒരു മേഖലയും നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാലും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് അനുസ്മരിക്കാമെന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാചകമാണ് മാതാപിതാ ഗുരു ദൈവം. നമ്മളുടെ ജീവിതത്തിൽ ആ ഒരു പടിപടിയായിട്ടുള്ള അനുഗ്രഹമാണ് എല്ലാ ഉയർച്ചയ്ക്കും കാരണം. അതുപോലെ തന്നെ സംഗീതത്തിൻ്റെ ബേസ് എന്ന് പറയുന്നതാണ് ശ്രുതി മാത ലയപിത. ശ്രുതിയാണ് അമ്മയായിട്ട് പറയുന്നത്, ലയമാണ് അച്ഛനായിട്ട് പറയുന്നത്. അപ്പോൾ അത് രണ്ടും ചെയ്യുമ്പോഴാണ് പൂർണ്ണമായിട്ടുള്ള സംഗീതം ഉണ്ടാവുന്നത്. ഏത് തരം സംഗീതമാണെങ്കിലും ഈ രണ്ട് ആസ്പെക്റ്റും ഉണ്ടാവും. അതിൽ ലയം, ഭാവം, ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് സ്പർശിച്ചറിയാൻ പറ്റാത്ത കാര്യമാണ്. അത് അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം, ലയമാണെങ്കിലും ഭാവമാണെങ്കിലും. അപ്പം നമ്മൾ രാഗം, താളം, സ്വരം എന്ന് പറയുന്ന ബേസിക് കോൺസെപ്റ്റുകളാണ്, അധിഷ്ഠാനമായിട്ടുള്ളതാണ്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഭാവം, ലയം എന്ന് പറയുന്ന ഈ കാണാൻ സാധിക്കാത്ത കാര്യം. സ്നേഹം എന്ന് പറഞ്ഞാൽ അത് തൊടാൻ പറ്റുമോ നമുക്ക്? ഇല്ല അല്ലെ? ഓരോ കാര്യത്തിലും നമുക്ക് മധുരം, അത് നമുക്ക് കാണാൻ പറ്റുമോ, തൊടാൻ പറ്റുമോ? ഇല്ല. അത് ആസ്വദിച്ച് നമ്മൾ അനുഭവവേദ്യമാവുന്നതാണ് അല്ലേ? അതുപോലെയാണ് സംഗീതത്തിലെ ഭാവം, ലയം എന്ന് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ തരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ നിരന്തരമായിട്ടുള്ള സാധന വേണം. അപ്പോൾ സാധാരണ എല്ലാ ആർട്ടിനെ പോലെ തന്നെ കൂടുതൽ സാധകം ആവശ്യമുള്ള ഒരു കലയാണ് സംഗീതം. എല്ലാ കലകൾക്കും നിരന്തര സാധന ആവശ്യമാണ്, എല്ലാ കാര്യങ്ങൾക്കും നിരന്തര സാധന ആവശ്യമാണ് അല്ലേ? നമ്മൾ കുക്കിംഗ് ആണെങ്കിലും ഭക്ഷണമാണെങ്കിലും ചെയ്യുന്തോറുമാണ് അതിൻ്റെ ആസ്വാദ്യത കൂടുന്നത്. അപ്പോൾ ആ ആസ്വാദ്യത കൂട്ടുക എന്നുള്ളതാണ് എല്ലാത്തരം കലയുടെയും ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്കുള്ള യാത്രയാണ് വാസ്തവത്തിൽ നമ്മളുടെ സംഗീത യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ലെക്ചർ ഡെമോൺസ്ട്രേഷൻസ് ഒക്കെ അതിൻ്റെ ഓരോ കാര്യങ്ങളാണ് നമ്മൾ പടിപടിയായിട്ട് മനസ്സിലാക്കുന്നത്. അടുത്ത കാര്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് സംഗീതവും സാഹിത്യവും തമ്മിലുള്ള ബന്ധമാണ്. ഭക്തിയെക്കുറിച്ച് നമ്മൾ പറയുന്നത്, ഭക്തി എന്ന് പറയുന്നത് നമ്മൾ റിലീജിയനുമായിട്ടാണ് എപ്പോഴും കണക്ട് ചെയ്യുന്നത്, മതപരമായിട്ട് ഭഗവാനെ കുറിച്ചുള്ള അങ്ങനെയാണ്. പക്ഷെ ആ വിശ്വാസം ഇല്ലാത്ത ആൾക്കാരും സംഗീതം ആസ്വദിക്കുന്നില്ലേ? അപ്പോൾ ഈ സപ്തസ്വരങ്ങളിൽ രാഗത്തിന് തന്നെ അവരുടെ സ്വകീയമായിട്ടുള്ള ഒരു ഭാവമുണ്ട്. ഇപ്പോൾ ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കിൽ സാഹിത്യമില്ല, സാഹിത്യം നമുക്ക് പ്ലേ ചെയ്യുന്നില്ല. ഗായിക സ്റ്റൈലിൽ സാഹിത്യം നമുക്ക് അറിയുന്നവർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റും അതിൻ്റെ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആ ഭക്തി എന്നുള്ളത് ആ സംഗീതത്തിൻ്റെ സ്വരത്തിന് തന്നെ അതിനെ പ്രകടിപ്പിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ സംഗീതമപി സാഹിത്യം സരസ്വത്യാ സ്ഥലദ്വയം ഏകമാവാദമുദ്രം അന്യതാലോചനാമൃതം. സാഹിത്യം ആലോചിക്കുന്നതോറുമാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ആലോചിക്കുന്നതോറും ഡെപ്തിലേക്ക് പോകും. സംഗീതം തന്നെ കേൾക്കുന്ന മാത്രയിൽ തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ സംഗീതവും സാഹിത്യവും തമ്മിൽ വളരെയധികം കണക്ഷൻ ഉണ്ട്. അപ്പോൾ അതായിരിക്കും മിക്കവാറും ടീച്ചറിൻ്റെ ലെക്ചർ ഡെമോൺസ്ട്രേഷനിൽ ത്യാഗരാജ സ്വാമികളുടെ കോമ്പോസിഷൻസിനെ കുറിച്ചാണ് പരാമർശിക്കുന്നതെന്നാണ് ലക്ഷ്മി പറഞ്ഞത്. അതുപോലെ സംഗീതത്തിൻ്റെ ഒരു ചെറിയൊരു തരം നമ്മൾ തിരിക്കുകയാണെങ്കിൽ സംഗീതം നമ്മൾ ഒരു പ്രൊഫഷനായിട്ട് സ്വീകരിക്കുക. ഒരു സംഗീതജ്ഞനാവാൻ അല്ലെങ്കിൽ ഒരു പെർഫോമർ ആവാൻ ഉദ്ദേശിക്കുന്ന ആൾ എങ്ങനെ സംഗീതത്തെ കാണണം? അത് ഒരു ചെറിയൊരു ഭജൻ ഞാൻ പാടിത്തരാം. നിങ്ങൾ പാടാമോ? ചെറിയ രാധാ കൃഷ്ണ രാധാ കൃഷ്ണ കുഞ്ച വിഹാരി കുഞ്ച വിഹാരി മുരളീധര മുരളീധര ഗോവർദ്ധനധാരി ഗോവർദ്ധനധാരി ശംഖുചക്ര ശംഖുചക്ര
ചക്ര പീതാംബരധാരി പീതാംബരധാരി കരുണാസാഗര കൃഷ്ണ മുരാരി കരുണാസാഗര കൃഷ്ണ മുരാരി കരുണാസാഗര കൃഷ്ണ മുരാരി കൃഷ്ണ മുരാരി കേശവ മുരാരി കൃഷ്ണ മുരാരി കേശവ മുരാരി മാധവ മുരാരി മധുസൂദന മുരാരി മാധവ മുരാരി മാധവ മുരാരി മധുസൂദന മുരാരി ഇത്രയേ ഉള്ളൂ. ഇതൊരു നാമാവലി ട്യൂൺ ചെയ്തതാണ് ഹമീർ കല്യാണി രാഗത്തിൽ. അപ്പം ഇത് നമ്മൾ ഒരു ഗുരുവിൻ്റെ സ്ഥാനം എന്താണെന്ന് വെച്ചാൽ രാധ എന്നായിരിക്കും ചിലപ്പോൾ കുട്ടിയ രാധ ഞാൻ മറിച്ചിടുന്ന ധായാണെന്ന് പറഞ്ഞല്ലോ അല്ലേ. രാധ കൃഷ്ണ കുഞ്ച വിഹാരി പറയുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ആ വാക്കിൽ ശ്രദ്ധിക്കണം. രാധ എന്നുള്ളത് സ്ട്രെസ് കൊടുത്ത് പാടും. മുരളീധര മുരളീധര അഗമകം മുരളീധര ലീധര ലീധര അതിരുന്ന് പ്രാക്ടീസ് ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. മുരളീധര ഗോവർദ്ധന ധന അവിടെ ഗോവർദ്ധന എന്നൊക്കെ പറയും. ഗോവർദ്ധന ധായും ധായും മറിച്ചിരുന്നു. അപ്പോൾ അവിടെ സാഹിത്യം നമ്മൾ അറിയാണ്ട് തന്നെ അക്ഷരസ്ഫുടതയും നമുക്ക് കിട്ടും. എം എസ് സുബ്ബലക്ഷ്മി അമ്മയുടെ മ്യൂസിക് കേട്ട് നോക്കും നിങ്ങൾ. സാഹിത്യം നമുക്ക് എഴുതിയെടുക്കാൻ സാധിക്കുന്നത്ര ക്ലാരിറ്റിയോടെയാണ് പാടുന്നത്. അപ്പം അത്രയും അക്ഷരസ്ഫുടത നമ്മൾ പാടുന്ന എന്താണെന്നുള്ള ധാരണ നമുക്ക് എപ്പോഴും വേണം. അപ്പം ഇതിൻ്റെ ഈ പാടുന്നതിൻ്റെ സാഹചര്യം എന്താണ്? രാധയും കൃഷ്ണനും തമ്മിലുള്ള സ്നേഹമാണ് അല്ലേ. അപ്പം ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൃതി പാടുന്ന അത്രയും ഹെവി ആയിട്ടത് പാടിയ രാധാ കൃഷ്ണ കുഞ്ച പാടിയ രാധാ കൃഷ്ണ നമ്മളുടെ കർണാടക സംഗീതത്തിൻ്റെ റെൻഡറിങ്ങിൻ്റെ ഒരു ബേസ് ആയിരുന്നു. പണ്ട് തൊട്ടേ ഇത് ഉപയോഗിച്ചിരുന്നു. അപ്പം അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. സോ ഇപ്പം കുഞ്ഞ് കരയുമ്പോൾ നമ്മൾ ഓമനത്തിങ്കൾ കിടാവോ നല്ല കുഞ്ഞിന് അതിൻ്റെ എന്തെങ്കിലും അർത്ഥം അറിയാമോ? ഇല്ല. അപ്പോൾ അതിൻ്റെ രാഗം